ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിലെ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയുടെ ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യം ഒരു ഡയറിയാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ക്വസ്റ്റ്യൻ വായിക്കാം. കഹാനിക്ക് അന്തമേം കേശവ്ക്ക് പ്രതി ലഡ്കോങ്കെ മനോഭാവമേം ബദലാവ് ആത്താ ഹെ. കഹാനിയുടെ അവസാന ഭാഗത്തിൽ കേശവൻ്റെ നേർക്ക് മറ്റു കുട്ടികളുടെ മനോഭാവത്തിന് മാറ്റം ഉണ്ടായി, അല്ലേ വന്നു. ഗാവ് പഹുഞ്ചനെ കെ ബാദ് കേശവ്, ഗ്രാമത്തിലെത്തിയതിന് ശേഷം കേശവൻ അപ്പനെ അനുഭവ ഡയറി മേ ലിഖ്താ ഹെ. കേശവൻ അവൻ്റെ അനുഭവങ്ങൾ ഡയറിയിൽ എഴുതുന്നു. വഹ് ഡയറി ലിഖേ, ആ ഡയറി ലിഖേ, എഴുതുക അല്ലെ തയ്യാറാക്കുക. നോക്കിയ ഡയറിയുടെ ഫോമാറ്റ് നമ്മൾ പഠിച്ചതാണ്. ആദ്യം എന്ത് ചെയ്യണം, ഡേറ്റും അതിനുശേഷം ഡേയും ആഡ് ചെയ്യണം. അതിന് താഴേക്ക് വേണം ഡയറി എഴുതാൻ. നോക്കിയേ, വായിക്കാൻ പോവാണ്. अब उसे घटना के बारे में याद आया. अब ഇപ്പോൾ ഉസ് ഘടന കെ ബാരെ മേ, ആ സംഭവത്തെപ്പറ്റി എനിക്ക് യാതെന്ന് വെച്ചാൽ ഓർമ്മ വന്നു. വാർഷിക പരീക്ഷ കെ ബാദ് മേ മാതാപിതാ കെ സാത്ത് ശഹർ മേ ഥാ. വാർഷിക പരീക്ഷ എന്ന് വെച്ചാൽ ആനുവൽ എക്സാമിന് ശേഷം ഞാൻ മാതാപിതാക്കളുടെ കൂടെ, രക്ഷിതാക്കളുടെ കൂടെ ശഹർ മേ ഥാ, പട്ടണത്തിൽ ആയിരുന്നു. മേം അസ്ഥായി ഡേറേസെ ബാഹറെ. അസ്ഥായി ഡേർ എന്ന് വെച്ചാൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ഡേറെ, ടെൻറ്റ്. എന്നൊക്കെ മേ അസ്ഥായി ഡേറേസെ ബാഹറാക്കരെ കുച്ച് ലഡ്കോങ്ക ക്രിക്കറ്റ് ഖേൽ ദേഖ് രഹാ ഹെ. ഞങ്ങളുടെ അസ്ഥായി ഡേറയിൽ നിന്നും, അതായത് ആ ടെൻറ്റിൽ നിന്നും ബാഹറിലേക്ക്, വെളിയിലേക്ക് വന്ന് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കുട്ടികളുടെ ക്രിക്കറ്റ് ഖേല് ദേഖ് രഹാ ഹെ, കണ്ടുകൊണ്ട് ഇരുന്നു. ക്രിക്കറ്റ് മറ്റു കുട്ടികൾ കളിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടേ ഇരുന്നു. रोज़ वहाँ आकर नीम के पेड़ के नीचे बैठकर खेल देखने लगा. रोज़ എന്ന് വെച്ചാൽ ഡെയിലി, വഹാം ആക്കർ അവിടേക്ക് വന്ന്, നീം കെ പേട് കെ നീച്ച് എന്ന് വെച്ചാൽ വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നേ, ബൈഠ്കർ ഇരുന്നേ, ഖേൽ ദേഖ്നെ ലഗ, കളി കാണാൻ തുടങ്ങി. മുझे उसके साथ खेल में शामिल नहीं किया. മുझे उसके साथ, എന്നെ അവരുടെ കൂടെ, ഖേൽ में കളിയിലെ ഷാമിൽ നഹീം കിയ, അവരോടൊപ്പം കൂട്ടിയില്ല. खेलते समय बाल निर्माणाधीन इमारत की छत पर गिरे. കളിച്ചുകൊണ്ടിരിക്കവേ അവരുടെ ബാൾ എന്ത് ചെയ്തു, നിർമ്മാണധീൻ ഇമാരത്തെ, നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക് വീണു. മേം ഇമാരത്തേക്ക് ഛത് പർ ചടാഥ, ഞാൻ ആ ഇമാരത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ടെറസിലേക്ക് കയറി. വഹാംസെ നീച്ചെ ഉദാത്തെ വക്ത് ഗിരി, അവിടെ നിന്ന് നീച്ചെ താഴേക്ക്, ഉദാർന്ന ഇറങ്ങുന്ന വക്ത് സമയത്ത്, ഗിരി എന്ന് വെച്ചാൽ വീണു. സമീൻ പർ ബേഹോശ് പടാഥ, തറയിലെ ബോധമില്ലാതെ കിടന്നു. ബോധമില്ലാതെ ആ കുട്ടി അതിൻ്റെ മുകളിൽ നിന്ന് വീണ് തറയിലേക്ക്, അവിടെ ബോധമില്ലാതെ അവൻ കിടക്കുന്നു. ലഡ്കോം മുझे अस्पताल जाने के लिए സമതൽ സമീൻ പർ ലേ ആയ. ലഡ്കോം മറ്റു കുട്ടികളെ എന്നെ അസ്പതാൽ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സമതലമായ സമീൻ തറയിലേക്ക്, സമതലമായ തറയിലേക്ക് കൊണ്ടുവന്ന്, ലേ ആയ എന്ന് വെച്ചാൽ കൊണ്ടുവന്നു. തബ് മാതാപിതാ ആക്കറെ ഓട്ടോ മേ ലിബട്ടാക്കർ അസ്പതാൽ മേ ലേഗയ. അപ്പോഴേക്കും മാതാപിതാക്കൾ എത്തുകയും, ഓട്ടോ എന്ന് വെച്ചാൽ ഓട്ടോയിലെ ലിബട്ടാക്കർ കിടത്തിയനെ അസ്പതാൽ മേ ലേഗയ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, മേരാ ഏക്ക് ഹാത്ത് ഏക്ക് പാവ് മേം പ്ലാസ്റ്റർ ചടാ ഹുവ. എൻ്റെ ഒരു കാലിനും ഒരു കൈക്കും എന്ത് ചെയ്തു, പ്ലാസ്റ്റർ ചടാ ഹുവ, പ്ലാസ്റ്റർ ഇട്ടു. ഹം ഗാവ് മേ ലൗട്ടെ സമയ ബച്ചെ സടക്ക് ഖേർക്കറെ ഓട്ടോ റോക്ക് ദിയ. ഹം ഗാവ് മേ ലൗട്ടിന, മടങ്ങുക, ഞങ്ങൾ ഗ്രാമത്തിലേക്ക് മടങ്ങി പോകാൻ തുടങ്ങിയ സമയത്ത്, ബച്ചെ കുട്ടികൾ, സടക്കെന്ന് വെച്ചാൽ റോഡ്, കയറിന ചുറ്റപ്പെടുക, വലയം ചെയ്യുക എന്നൊക്കെയാണ്. കുട്ടികൾ സടക്കിലേക്ക് കയറി നിന്ന് ഓട്ടോ റോക്ക് ദിയ, ഓട്ടോ നിർത്തിച്ചു. പഹലെ മുച്ചപ്പറെ കോയി ധ്യാൻ നഹീം. ആദ്യം എന്നോട് ഒരു ധ്യാൻ എന്ന് വെച്ച ശ്രദ്ധയും ആ കുട്ടികൾക്ക് ഇല്ലായിരുന്നു. അബ് പ്യാർ സെ ക്രിക്കറ്റ് കാ സാമഗ്രി ഓർ ഷീൽഡ് ഫി ആട്ടോ കെ പീച്ചെ ധർ ലിയ. ഇപ്പോൾ സ്നേഹത്തോടെ, പ്യാർ എന്ന് വെച്ചാൽ സ്നേഹത്തോടെ, ക്രിക്കറ്റ് സാമഗ്രികളും ആ ഒരു ഷീൽഡും എന്ന് വെച്ചാൽ ഷീൽഡും ഓട്ടോയുടെ പീച്ചെ പിറകിലേക്ക് ധർ ദിയ, വച്ചു. ഏക്ക് ക്യാപ്റ്റനെ വൈറ്റ് ക്യാപ്പ് മേരെ സിർപ്പറെ ധർ ദേ. ഒരു ക്യാപ്റ്റൻ എന്ത് ചെയ്തു, വൈറ്റ് ക്യാപ്പ്, അവൻ്റെ വൈറ്റ് ക്യാപ്പ് എന്ത് ചെയ്തു, എൻ്റെ തലയിലേക്ക് ധർ ദേ, വയ്ക്കുകയും ചെയ്തു, എൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തു. अब मेरा मन ജൽദി ശഹർ ജാനാ ചാഹ്താ ഹും. अब ഇപ്പോൾ എൻ്റെ മനസ്സ് വേഗം ആ പട്ടണത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വേഗത്തിൽ അവിടേക്ക് ചെല്ലുകയും, ആ കുട്ടികളെ കാണാനുള്ള ആഗ്രഹമായിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായത്. അതാണ് എഴുതി നിർത്തിയത്. അങ്ങനെ ഡയറി എഴുതി കൊടുക്കുക. അതിനുശേഷം മറ്റൊരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എന്താ നോക്കിയേ, ക്വസ്റ്റ്യൻ വായിക്കാം, ഡയറി പഠിക്കണം കേട്ടോ.
आगे അടുത്ത ക്വസ്റ്റ്യനിലേക്ക് कहानी का कौन सा पात्र आपको सबसे ज़्यादा पसंद आया और क्यों? കഹാനിയിലെ കോൺസ പാത്ര ഏത് കഥാപാത്രത്തെയാണ് ആപ്കോ താങ്കൾക്ക് ഏറ്റവും സ്യാദ കൂടുതൽ പസന്തായത് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടത്, ആർക്കും എന്തുകൊണ്ട്, ഏത് കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടു, എന്താണ് അതിൻ്റെ കാരണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസറിലേക്ക് നോക്കിയേ. വൈറ്റ് ക്യാബ് കഹാനി മേ മുച്ചേ കേശവ് കോ പസന്ത് ലഗ. വൈറ്റ് ക്യാബ് എന്ന കഹാനിയിൽ എനിക്ക് കേശവനെയാണ് പസന്ത് ലഗ, പസന്ത് എന്ന് വെച്ചാൽ ഇഷ്ടം തോന്നിയത്. വഹ നിർമ്മാണധീൻ ഇമാരത്ത് മേ കാം കർണേ വാലെ മസ്തൂരങ്ക ബേട്ടാത. അവൻ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ, അതായത് നിർമ്മാണധീൻ എന്ന് വെച്ചാൽ പണി തീരാത്ത കെട്ടിടം, അവിടെ ജോലി ചെയ്യുന്ന മസ്തൂർ തൊഴിലാളികളുടെ ബേട്ട എന്ന് വെച്ചാൽ മകൻ ആയിരുന്നു. കേശവ തീസരി കഷാമേം പഠിത്താ ഹേ. കേശവൻ തീസരി എന്ന് വെച്ചാൽ 3ാം ക്ലാസ്സിലാണ്, അതായത് 3rd സ്റ്റാൻഡേർഡിലാണ് കുട്ടി പഠിക്കുന്നത്. अपनी वार्षिक परीक्षा के बाद शहर में माता पिता के पास से दादा ने ले छोड़ा. अपनी വാർഷിക പരീക്ഷ, അവൻ്റെ വാർഷിക എക്സാമിന് ശേഷം ഷഹർ പട്ടണത്തിലേക്ക് മാതാപിതാവിൻ്റെ പാസിലേക്ക് എന്ന് വെച്ചാൽ രക്ഷിതാക്കളുടെ അരികിലേക്ക് ദാദാനെ, ദാദാ എന്ന് വെച്ചാൽ മുത്തച്ഛൻ, ലേ ചോട അല്ലെ അവനെ കൊണ്ടുചെന്ന് ആക്കി, അവിടേക്ക് ആക്കി. വഹ ദിൻ ഫറെ പരിവാർ കെ അസ്ഥായി ഡേരെ മേം അകേല ബൈഠ. ആ ഷഹർ വഹ എന്ന് വെച്ചാൽ വഹദ്ദിൻ അവൻ, ദിൻ എന്ന് വെച്ചാൽ ദിവസം, ഫർനിറെ ദിവസം മൊത്തം എന്ത് ചെയ്തു, പരിവാർ കുടുംബത്തിലെ അസ്ഥായി ഡേര എന്ന് വെച്ചാൽ താൽക്കാലികമായി ഉണ്ടാക്കിയ ആ ടെൻറ്റിലെ അകേല തനിച്ച് ഇരുന്നു അല്ലെ താമസിച്ചു. അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയത്ത് കുട്ടി തനിക്ക് ആ ടെൻറ്റിൽ ഇരിക്കേണ്ടതായി വന്നു. കുച്ച് ദിനോं के बाद लड़कों का क्रिकेट खेल देखने को जाने लगा. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റു കുട്ടികളുടെ ക്രിക്കറ്റ് കളികൾ കാണാൻ വേണ്ടി പോകാൻ തുടങ്ങി. ലഡ്കോं के लिए കേശവ ഹസി മസാക്ക് കാ വിഷയ് ബൻ ഗയ. ആ കുട്ടികൾക്ക് എന്ത് ചെയ്തു, കേശവ് എന്ന കുട്ടി എന്തായിത്തീർന്നു, ഹസി മസാക്കെ പരിഹാസ വിഷയമായി മാറി. ആ കുട്ടികൾക്ക് കേശവ് എന്ന കഥാപാത്രം എന്തായി മാറി, പരിഹാസ വിഷയമായി മാറി. കേശവ് കോ ലഡ്കെ കഫി കിലാത്തെ നഹീംദെ. കേശവനെ ലഡ്കെ ആ കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, കളിപ്പിക്കുകയും ചെയ്തില്ല. ഉസ്കോ ക്രിക്കറ്റ് ഖേൽന ഷൗക്കിത. അവനെ ക്രിക്കറ്റ് ഖേൽന കളിക്കുക എന്നത് ഷൗക്കായിരുന്നു, താല്പര്യം ആയിരുന്നു. ഷൗക്ക് എന്ന് വെച്ചാൽ താല്പര്യം. മാം ബാപ്പ് സെ ബല്ല ആർ ബാൾ ഖരീദ് ദേനെ കാ ആഗ്രഹ പ്രകട് കിയ. അമ്മയോടും അച്ഛനോടും ബല്ല എന്ന് വെച്ചാൽ ബാറ്റും ബോളും ഖരീദിന വാങ്ങാനുള്ള ആഗ്രഹം അവൻ പ്രകടമാക്കുകയും ചെയ്തു. മഗർ എന്ന് വെച്ചാൽ എന്നാൽ, മാതാപിതാനെ ഠബട്ട് ദിയ. ഠബട്ന ശകാരിക്കുക. എന്നാൽ രക്ഷിതാക്കൾ ആ കുട്ടി എന്ത് ചെയ്തു, ഠബട്ന എന്ന് വെച്ചാൽ ശകാരിക്കുകയും ചെയ്തു. നെക്സ്റ്റ് പറയായിട്ട് എഴുതണം. ക്രിക്കറ്റ് खेलते समय लड़कों का बाल 3 मंजिल इमारत की छत पर चले गए. ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടികളുടെ ബാൾ എവിടേക്ക് എന്ന് വീണു, 3 मंजिल എന്ന് വെച്ചാൽ 3 നില കെട്ടിടത്തിൻ്റെ ചത ടെറസിലേക്ക് ചെന്ന് വീണു. അവരുടെ കളിക്കുമ്പോൾ ആ ബോൾ ചെന്ന് എവിടേക്ക് വീണു, 3 നില കെട്ടിടത്തിൻ്റെ ടെറസിലേക്കാണ് ചെന്ന് വീണത്. കേശവെ ചത് പരെ ചട്കരെ ബാൾ ലേക്കർ നീച്ചെ ഗിരാതി. കേശവെ എന്ത് ചെയ്തു, ആ ചാത ടെറസിലേക്ക് ചട്കർ കയറി. ബാൾ ലേക്കർ ബാൾ എടുത്ത് നീച്ചെ ഗിരിതി എന്ന് വെച്ചാൽ താഴേക്ക് എറിഞ്ഞു, അതായത് താഴേക്ക് ഇട്ടു. വഹാം സെ നീച്ചെ ഗിർക്കറെ ഉസ്കെ ഏക്ക് ഹാത്ത് ഏക്ക് പാവ് മേ പ്ലാസ്റ്റർ ചടാ ദിയ. അതിന് ശേഷം എന്ത് ചെയ്തു, അവൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ അവൻ്റെ ഏക്ക് ഹാത്ത് എന്ന് വെച്ചാൽ ഒരു കൈയും ഒരു കാലും ഒടിയുകയും പ്ലാസ്റ്റർ ചടാ ദിയ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു. വഹാംസെ നീച്ചെ ഗിർക്കർ അവിടെ നിന്ന് താഴേക്ക് വീണ് ഉസ്കെ അവൻ്റെ ഒരു കാലും ഒരു കൈയും എന്ത് ചെയ്തു, പ്ലാസ്റ്റർ ഇടേണ്ടതായി വന്നു. കേശവ് കോ ദൂസരോം കി ഖുശി പർ ആനന്ദ് മിൽത്താ ഹേ. കേശവന് മറ്റുള്ള ആൾക്കാരുടെ സന്തോഷമാണ് അവൻ്റെയും ആനന്ദം. കേശവ ഏക്ക് സച്ചാ സാഹസിയറെ മാസൂമിയത്തിലെടുക്കാ ഹേ. കേശവ ഏക്ക് സച്ചാ സത്യസന്ധനും സാഹസികനായ കുട്ടിയും മാസൂമിയത്തെ നിഷ്കളങ്കനും ആയിരുന്നു. അങ്ങനെയുള്ള കുട്ടിയായിരുന്നു കേശവൻ. സത്യസന്ധൻ, സാഹസി, മാസൂമിയത്തെ നിഷ്കളങ്കൻ. ഇത് ആണ് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും ഇതൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വൈറ്റ് ക്യാപ്പിൻ്റെ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിങ്ങും ഒരു പോസ്റ്ററിലൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ശരി. എന്നാൽ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആദ്യമായി കാണുന്നവരെ. എന്നിട്ട് മറ്റുള്ള ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.